കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരി വാഹനമിടിച്ച് കോമയിലായ അപകടത്തിന് കാരണമായത് സംസാരിക്കുന്നതിനിടയിലെ ഡ്രൈവറുടെ അശ്രദ്ധയെന്ന് പോലീസ്. അപകടം നടക്കുന്ന സമയത്ത് കാറിൽ കുട്ടികളടക്കമുള്ള കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. പിൻസീറ്റിലായിരുന്ന കുട്ടികൾ മുൻപിലേക്ക് ഇരിക്കണമെന്ന് വാശി പിടിച്ചു. ആ സംഭാഷണത്തിലേക്ക് ശ്രദ്ധ പോയ സമയത്താണ് അപകടമുണ്ടായതെന്ന് പോലീസ് വിശദീകരിച്ചു. അപകടം നടന്നത് മറ്റാരോടും പറയാതെ പ്രതി മറച്ചുവെക്കുകയായിരുന്നു. പിടികൂടാതിരിക്കാൻ പ്രതി വണ്ടിയിൽ ചെറിയ മോഡിഫിക്കേഷനും വരുത്തി. ചോറോട് വെച്ചാണ് അപകടം നടന്നത്. കൈനാട്ടിയിലേക്ക് എത്തുമ്പോൾ തന്നെ വാഹനം മിസ്സായെന്നും പ്രതിയെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. അപകടം നടന്ന 10 മാസത്തിന് ശേഷമാണ് കാർ കണ്ടെത്തുന്നത്. പുറമേരി സ്വദേശി ഷെജീർ എന്നയാളുടെ കാറായിരുന്നു വടകരയിൽ വെച്ച് കുട്ടിയെയും മുത്തശ്ശിയെയും ഇടിച്ചത്. മുത്തശ്ശി അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് ഷെജീറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ UAE-യിലുള്ള ഷെജീറിനെ ഉടൻ നാട്ടിലെത്തിക്കും. കഴിഞ്ഞ മാർച്ച് 14-നാണ് പ്രതി വിദേശത്തേക്ക് കടന്നത്. അപകടം നടക്കുമ്പോൾ വാഹനത്തിന്റെ നമ്പർ ശ്രദ്ധയിൽപ്പെടാത്തതും പ്രദേശത്ത് CCTV ഇല്ലാത്തതും അന്വേഷണ ഘട്ടത്തിൽ പോലീസിന് മുന്നിൽ വെല്ലുവിളിയായിരുന്നു. പിന്നാലെ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. അന്വേഷണത്തിനിടെ 19,000 വാഹനങ്ങളാണ് പോലീസ് പരിശോധിച്ചത്. 500ഓളം വർക്ക്ഷോപ്പുകളിൽ നേരിട്ടെത്തി പരിശോധിക്കുകയും ഇൻഷുറൻസ് ക്ലെയിമുകൾ പരിശോധിക്കുകയും ചെയ്തു. വെള്ള കാറാണ് ഇടിച്ചതെന്ന് മാത്രമായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വിവരം.